ആലപ്പുഴ വീയപുരത്ത് വാഹന പരിശോധനയ്ക്കിടെ ബിരുദ വിദ്യാർത്ഥിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. മർദ്ദനത്തിനു പിന്നാലെ രക്തം ഛർദ്ദിച്ച യുവാവ് 3 ദിവസത്തോളം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പോലീസുകാരെ തട്ടി വീഴ്ത്തി വിദ്യാർത്ഥി വണ്ടി നിർത്താതെ പോയെന്നും ഓൾട്ടറേഷൻ നടത്തിയ കാർ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത് എന്നും വീയപുരം പോലീസ് പറഞ്ഞു. സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കയറ്റുന്നതിന് മുന്നേ തന്നെ വലത്തെ സൈഡിൽ റൂമുണ്ട്, ഒരു ഫുഡ് കഴിക്കുന്ന റൂമാണെന്ന് തോന്നുന്നു. അവിടെ കയറ്റി എന്നെ ഇടിച്ച് ശരിക്കും ഇടിച്ചു. എന്നെ പുറത്തും ഈ വാരിയലിൻ്റെ സൈഡിലും, എന്നിട്ട് എന്നെ ചവിട്ടി ഷൂ കൊണ്ട് മുഖത്തും അടിച്ചു. മുഖമൊക്കെ കരിനീരിച്ച് കിടക്കുമായിരുന്നു. എൻ്റെ മെഡിക്കലിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ അവരെന്നോട് പറഞ്ഞ് ഇടിച്ച കാര്യമോ എങ്ങാനും ഡോക്ടറിൻ്റെ അടുത്തോ ആശുപത്രിയിൽ പറയുവാണെങ്കിൽ നീ തന്നെ ആലോചിക്കണം, നീ തുടർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയാ, നീ പഠിക്കണോ വേണ്ടത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് അവർ തന്നെ പറഞ്ഞു. വീയപുരം സ്വദേശി ഡിഗ്രി വിദ്യാർത്ഥി മുഹമ്മദ് യാസിനാണ് പരാതിക്കാരൻ. കഴിഞ്ഞ 22-ാം തീയതിയാണ് സംഭവം. വീയപുരം പോലീസ് വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചിട്ട് നിർത്തിയില്ലെന്നാരോപിച്ച് ക്രൂരമായി മർദ്ദിച്ചതായാണ് വിദ്യാർത്ഥിയുടെ പരാതി. പോലീസ് കൈകാട്ടിയത് കാണാത്തതുകൊണ്ടാണ് വാഹനം നിർത്താതിരുന്നത്. പിന്നീട് പോലീസ് വിളിപ്പിച്ചതനുസരിച്ച് സ്റ്റേഷനിലേക്ക് പോകും വഴി വാഹനം തടഞ്ഞ് പിടികൂടി മർദ്ദിച്ചെന്നും യാസിൻ പറഞ്ഞു. യാത്രക്കിടെ അശ്വിൻ എന്ന സുഹൃത്തിന് യാസിൻ ലിഫ്റ്റ് നൽകിയിരുന്നു. അശ്വിൻ നേരത്തെ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട ആളെന്നാണ് പോലീസ് പറയുന്നത്. സംഭവ ദിവസം അശ്വിൻ കാറിലിരുന്ന് കഞ്ചാവ് ബീഡി വലിച്ചെന്ന് കാണിച്ച് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. അനധികൃത മോഡിഫിക്കേഷൻ വരുത്തിയെന്നും അശ്രദ്ധമായി വാഹനം ഓടിച്ചെന്നും കാട്ടി യാസിന്റെ കാറും പോലീസ് പിടിച്ചെടുത്തു. യാസിന്റെ വാഹനത്തിന് കൈകാണിച്ച ഉദ്യോഗസ്ഥന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രത്ത് അനലൈസറിന് വാഹനം തട്ടി കേടുപാടുണ്ടായെന്നും പോലീസ് പറയുന്നു. അറ്റകുറ്റപ്പണിക്ക് പണം വേണമെന്ന് പറഞ്ഞ് ഒരാളുടെ അക്കൗണ്ടിലേക്ക് 2500 രൂപ അയപ്പിക്കുകയും ചെയ്തു. ഇതിന് രസീത് നൽകിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ബ്രത്ത് അനലൈസർ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പണം അയപ്പിച്ചതെന്നാണ് പോലീസ് വിശദീകരണം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് സാറിന് പൈസ ഗൂഗിൾ പേ അയച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് പുള്ളി പറഞ്ഞ് ഞാൻ തരുന്ന നമ്പറിൽ ഗൂഗിൾ പേ ഇട്ടിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണമെന്ന് പറഞ്ഞു. ഇത് രണ്ടിന്റെയും വൈദ്യപരിശോധന നടത്തിയെങ്കിലും യാസിൻ ലഹരി ഉപയോഗിച്ചെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മർദ്ദനത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും പിതാവ് പരാതി നൽകി. മീഡിയ 1 ആലപ്പുഴ.